എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റൽ സർക്യൂട്ട് നിർമ്മാണവും ഇലക്ട്രോണിക് സർക്യൂട്ട് നിർമ്മാണവും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ പഠിക്കും. സർക്യൂട്ട് ഡിസൈനും സിമുലേഷൻ സോഫ്റ്റ്വെയറും വഴി IC-കൾ 74LS04D, 74LS08D, 74LS32D എന്നിവയെ ഉപയോഗിച്ച് എക്സോർ ഗേറ്റ് നിർമ്മിക്കാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുക. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടർ, പവർ, ഡാറ്റ കേബിളുകൾ ഉള്ള പ്രിൻ്റർ. സർക്യൂട്ട് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സോർ ഗേറ്റിൻ്റെ നിർമ്മാണം. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിനായി എക്സോർ ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ഓണാക്കുക. വിൻഡോസ് സ്റ്റാർട്ട് മെനുവിലെ സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ സിമുലേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആദ്യ സ്ക്രീൻ എടുക്കുക. വിൻഡോയിലെ ഉള്ളടക്കങ്ങൾ നിരീക്ഷിച്ച് ടൂൾ ബാറിലും വിൻഡോയുടെ ഇടതുവശത്തും ഹൊറിസോണ്ടലായി ക്രമീകരിച്ചിരിക്കുന്ന വ്യത്യസ്ത മെനു ഇനങ്ങൾ തിരിച്ചറിയുക. മെനു ബാറിൽ നിന്ന് പ്ലേസ് മെനു തിരിച്ചറിയുക. കാണിച്ചിരിക്കുന്നത് പോലെ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. കോമ്പോണൻറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. TTL തിരഞ്ഞെടുത്ത് S74LS-ലേക്ക് സ്ക്രോൾ ചെയ്ത് ആവശ്യമായ IC74LS04D തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. വർക്ക് സ്പേസ് ഏരിയയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ടേബിൾ നിരീക്ഷിക്കുക. Aയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം OK ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗേറ്റുകൾ ആവശ്യമെങ്കിൽ A, B മുതലായവയിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ സ്റ്റെപ്പുകൾ പിന്തുടരുക. കൂടാതെ മെനുവിൽ നിന്ന് ആവശ്യമായ മറ്റ് ലോജിക് ഗേറ്റുകൾ IC74LS08D, IC74LS32D എന്നിവ തിരഞ്ഞെടുക്കുക. റെസിസ്റ്റർ തിരഞ്ഞെടുക്കാൻ പ്ലേസ് മെനുവിലേക്ക് പോകുക. കോമ്പോണൻറ്റ് തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിൽ ബേസിക് സെറ്റ് ചെയ്ത് ആവശ്യമായ വാല്യൂ ഉള്ള റെസിസ്റ്റർ തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. സർക്യൂട്ടിലേക്ക് പവർ സപ്ലൈ ചേർക്കാൻ പ്ലേസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. കോമ്പോണൻറ്റ് തിരഞ്ഞെടുത്ത് ഗ്രൂപ്പിൽ സോഴ്സ് സെറ്റ് ചെയ്യുക. DC പവർ തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. ഒരു LED തിരഞ്ഞെടുക്കുന്നതിന് പ്ലേസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. കോമ്പോണൻറ്റ് തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിൽ ബേസിക് സെറ്റ് ചെയ്യുക. 3D വെർച്വൽ തിരഞ്ഞെടുക്കുക. കോമ്പോണൻറ്റിൽ നിന്ന് LED 3 ഗ്രീൻ തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. ഒരു LED തിരഞ്ഞെടുക്കുന്നതിന് പ്ലേസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. കോമ്പോണൻറ്റ് തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിൽ ബേസിക് സെറ്റ് ചെയ്യുക. 3D വെർച്വൽ തിരഞ്ഞെടുക്കുക. കോമ്പോണൻറ്റിൽ നിന്ന് LED 3 ഗ്രീൻ തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുന്നതിന് പ്ലേസ് മെനുവിലേക്ക് പോകുക. കോമ്പോണൻറ്റ് തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിൽ സോഴ്സ് സെറ്റ് ചെയ്ത് പവർ സോഴ്സുകൾ തിരഞ്ഞെടുക്കുക. തുടർന്ന് ഗ്രൗണ്ട് തിരഞ്ഞെടുത്ത് കാണിച്ചിരിക്കുന്നത് പോലെ വർക്ക് ഏരിയയിൽ സ്ഥാപിക്കുക. പ്ലേസ്, കോമ്പോണൻറ്റ്, ഗ്രൂപ്പിലെ ബേസിക്, 3D വെർച്വൽ, സ്വിച്ച് 1 എന്നിവയെ തിരഞ്ഞെടുത്ത് ഒരു ലോജിക് സ്വിച്ച് തിരഞ്ഞെടുത്ത് കാണിച്ചിരിക്കുന്ന കോമ്പോണൻറ്റിൽ നിന്ന് മാറുക. സർക്യൂട്ടിൻ്റെ വയറിംഗ് ഉണ്ടാക്കുക. കോമ്പോണൻറ്റിൻ്റെ നോഡിൽ കേഴ്സർ സൂക്ഷിക്കുക. ഒരു ഡോട്ട് ദൃശ്യമാകും. കേഴ്സറിനെ വയറിംഗ് ചെയ്യുന്ന സ്ഥാനത്തേക്ക് നീക്കുക. ആ നോഡിൽ ഡോട്ട് ദൃശ്യമാകും. ഇപ്പോൾ വയറിംഗ് പൂർത്തിയാക്കാൻ മൗസിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലുള്ള സ്റ്റെപ്പുകൾ പിന്തുടർന്ന് എല്ലാ കോമ്പോണൻറ്റിൻ്റെയും വയറിംഗ് പൂർത്തിയാക്കുക. വോൾട്ടേജുകൾ 5 ആയി സെറ്റ് ചെയ്യുക. സിമ്പൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് വാല്യൂ മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് വൈദ്യുതി വിതരണത്തിൻ്റെ ആവശ്യമായ വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ കഴിയും. ഇൻപുട്ട് സ്വിച്ചുകൾ A, B എന്നിങ്ങനെ ലേബൽ ചെയ്യുകയും LED ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാൻ ടൂൾ ബാറിൽ നിന്നുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോജിക് സ്വിച്ചുകളിൽ വ്യത്യസ്ത ലോജിക് ഇൻപുട്ടുകൾ സജ്ജീകരിച്ച് LED-യിൽ നിന്നുള്ള ഔട്ട്പുട്ട് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കുക.
സർക്യൂട്ട് ഡിസൈനും സിമുലേഷൻ സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. വിൻഡോസ് സ്റ്റാർട്ട് മെനുവിലൂടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ സിമുലേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ സ്ക്രീൻ എടുക്കുക. കോമ്പോണന്റ് ടൂൾ ബാർ അല്ലെങ്കിൽ മെനു നോക്കുക. ഇത് സാധാരണയായി സ്ക്രീനിൻ്റെ ഇടതുവശത്താണ്. നിങ്ങൾക്ക് പ്ലേസ് മെനുവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോമ്പോണന്റ് ടൂൾ ബാർ അല്ലെങ്കിൽ പ്ലേസ് ബോക്സിനുള്ളിൽ. ടൂൾ ബാറിൽ നിന്നോ മെനുവിൽ നിന്നോ വർക്ക് ഏരിയയിലേക്ക് കോമ്പോണന്റ് വലിച്ചിടുക. കോമ്പോണന്റ് ലൈബ്രറിയിൽ ഡയോഡിനുള്ള ഭാഗം കണ്ടെത്തുക. FWB അതായത് ഫുൾ വേവ് ബ്രിഡ്ജ് തിരിച്ചറിയുക. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് തിരഞ്ഞെടുക്കുക. തുടർന്ന് അത് വർക്ക് ഏരിയയിൽ സ്ഥാപിക്കുക. ട്രാൻസ്ഫോമർ മെനുവിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തിരഞ്ഞെടുത്ത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിസൈൻ ഏരിയയിലേക്ക് വലിച്ചിടുക. അനുപാതം 10:1 ആയി സെറ്റ് ചെയ്യുക. അതായത് പ്രൈമറിയിൽ നിന്നുള്ള വോൾട്ടേജ് 10 തവണ താഴെയായി സെറ്റ് ചെയ്യുക. ടൂൾ ബാർ മെനുവിൽ നിന്ന് ഉചിതമായ റെസിസ്റ്റർ ടൈപ്പ് തിരഞ്ഞെടുത്ത് ആ കോമ്പോണൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവയുടെ വാല്യൂ സെറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോമ്പോണൻറ്റിൻ്റെ ദിശ മാറ്റാൻ കഴിയും. കൂടാതെ കാണിച്ചിരിക്കുന്നത് പോലെ 90 ഡിഗ്രി ഘടികാര ദിശയിലോ എതിർ ഘടികാര ദിശയിലോ തിരിയുക. AC ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് ക്രമീകരിക്കുന്നതിന് AC സോഴ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിമുലേഷൻ ആവശ്യകതകൾക്കനുസരിച്ച് ഫ്രീക്വൻസി, വോൾട്ടേജ് വാല്യൂസ് സെറ്റ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. കൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടികൾ കോൺഫിഗർ ചെയ്യുന്നതിന് AC സോഴ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിമുലേഷൻ ആവശ്യകതകൾക്കനുസരിച്ച് ഫ്രീക്വൻസി, വോൾട്ടേജ് മൂല്യങ്ങൾ സെറ്റ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് ബന്ധിപ്പിക്കുക. ബ്രിഡ്ജ് സർക്യൂട്ടിന് പാരലലായി റെസിസ്റ്റർ ബന്ധിപ്പിക്കുക. നിങ്ങളുടെ സർക്യൂട്ടിലേക്ക് CRO ചേർക്കുന്നതിന് സ്റ്റിമുലേറ്റ് മെനുവിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് തിരഞ്ഞെടുത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഓസിലോസ്കോപ്പ് തിരഞ്ഞെടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ CRO സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സർക്യൂട്ടിലെ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. 2 ചാനലുകൾ, ചാനൽ Aയും ചാനൽ Bയും അടങ്ങുന്ന ഒരു CRO തിരഞ്ഞെടുക്കുക. സെക്കൻഡറി വിൻഡിങ്ങിലുടനീളം ചാനൽ Aയും റെസിസ്റ്ററിലുടനീളം ചാനൽ Bയും ബന്ധിപ്പിക്കുക. സിമുലേഷൻ പ്രവർത്തിപ്പിച്ച് ലോഡ് റെസിസ്റ്ററിലുടനീളം DC ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഇത് നിങ്ങളുടെ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യും. സിമുലേഷൻ CRO സ്ക്രീനിൽ സിഗ്നലുകൾ പ്രദർശിപ്പിക്കും. സിമുലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്ററിലുടനീളം നിങ്ങൾക്ക് ശരിയായ ഔട്ട്പുട്ട് നിരീക്ഷിക്കാൻ കഴിയും. വേവ് ഫോം ഒരു റെക്ടിഫൈഡ് സിഗ്നൽ കാണിക്കണം. അതിനർത്ഥം AC സിഗ്നൽ DC ആയി പ്രവർത്തനം ചെയ്തു എന്നാണ്. റെസിസ്റ്ററിലുടനീളം കപ്പാസിറ്റർ ബന്ധിപ്പിച്ച് സിമുലേഷനിലേക്ക് പ്രവർത്തിപ്പിക്കുക. വേവ് ഫോം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് കപ്പാസിറ്റർ ഉപയോഗിച്ച് CC ഫിൽട്ടർ ചെയ്യപ്പെടും. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഫിൽട്ടർ ചെയ്ത DC ഔട്ട്പുട്ടാണ്. ഈ വീഡിയോയിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് സിമുലേഷൻ ഉപയോഗിച്ച് ഞങ്ങൾ ഡിജിറ്റൽ സർക്യൂട്ട് XOR ഗേറ്റ് നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. കൂടാതെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. നന്ദി.